അവസരം കിട്ടുമ്പോഴൊക്കെ കൂടപ്പിറപ്പ് കൂടപ്പിറപ്പ് എന്ന് വിളിക്കുകയും അത് വിളിച്ച നാവുകൊണ്ട് തന്നെ അടുത്ത നിമിഷം അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ആ പാവത്തിന്. എത്ര വട്ടം അപമാനിക്കപ്പെട്ടാലും അതെല്ലാം പെട്ടെന്ന് മറന്നു കളയുന്ന ആ നിഷ്കളങ്കൻ ചത്തൊടുങ്ങി. ആ പൊട്ടട കത്തി അമർന്നു. പാവം, അഭിനയിക്കാൻ അറിയാത്ത ആ വിധേയൻ അഭിനയം വേണ്ടാത്തരത്തേക്ക് പോയി. ഇനി വിളിച്ചാലും ആ മനുഷ്യൻ വിളി കേൾക്കില്ല. എനിക്ക് ചില തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഓ, സമ്മതിച്ചു. അതെങ്കിലും സമ്മതിക്കാനുള്ള സന്മനസ് കാണിച്ചു. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി കുറ്റസമ്മതം നടത്തുന്നത് ചരിത്ര സംഭവമല്ലേ? ഒരു സംശയം, അഖിലാണ്ടേശ്വരി തന്നെയാണോ ഇത്? തെറ്റാർക്കും പറ്റാം. അത് തിരുത്താനുള്ള വലിയ മനസ്സ് കാണിക്കണം. ആ വലിയ മനസ്സ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്കില്ല. ഈ വന്നിരിക്കുന്നത് എന്റെ അമ്മയല്ല. ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ വന്ന് തിരിച്ചു പോകുമ്പോ ഒന്ന് കണ്ണാടിയിലേക്ക് നോക്ക്. പരസ്പരം കൂട്ടിയടിപ്പിച്ച് ഒന്ന് ചത്തു വീഴുമ്പോ അതിന്റെ ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന കുറുക്കന്റെ മുഖം പ്രതിബിംബമായി കാണാം. മോനെ, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും കല്യാണി എന്റെ മരുമകളാ. എന്റെ മൂത്ത മകൻ താലി കെട്ടിയ പെണ്ണ്. വേണ്ട, മകൻ അങ്ങനെ ഒരു അമ്മയുണ്ടെങ്കിലല്ലേ മരുമകളുണ്ടാവൂ. അതുകൊണ്ട് ഇത്രയും നാളില്ലാത്ത സ്വന്തവും ബന്ധമൊന്നും പുതിയതായി കൂട്ടിച്ചേർക്കാൻ നിൽക്കണ്ട മോനെ. ഞാൻ പ്ലീസ്. ആകെ തകർന്നിരിക്കുക ആ പെണ്ണ്, എന്റെ ഭാര്യ കല്യാണി. അവളെ കാണാനുള്ള അർഹത അമ്മയ്ക്കില്ല. ഈ അവസരത്തിൽ അവളെ കാണാൻ ഞാൻ അനുവദിക്കുകയില്ല. ദയവ് ചെയ്തൊന്ന് പോയി തരൂ പ്ലീസ്. നിൽക്കണം. ഔട്ട് ഹൗസ് തിരികെ വാങ്ങാനാണ് ഈ വരവെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ട. തിരികെ എഴുതി തന്നേക്കാം. എന്താ പ്രിയങ്കേ, നീ എന്നെ കണ്ടപ്പോ ഞെട്ടിയോ? ഈ രൂപം എപ്പ എന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ പ്രിയങ്ക ഭയന്നിട്ടുണ്ട്. അതെ, ചെറുതായിട്ടല്ല,
ഭയം കൊണ്ട് ഒരു വാക്കുപോലും ഉരിയാടാനാവാതെ വിറയാർന്ന കാലുകളുമായി നിന്നിട്ടുണ്ട് ഞാൻ. ഇന്ന് അഖിലാണ്ടേശ്വരി അല്ല എന്ന് ഓർത്തെടുക്കാൻ അല്പസമയം അതിന്റെ ഭയപ്പാടാ എന്റെ മുഖത്ത് കണ്ടത്. അല്ല ആന്റി, എന്താ ഈ രാത്രിയിൽ? 2 കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ഒന്ന്, ഞാനിന്ന് ഔട്ട് ഹൗസിൽ കല്യാണിയെ കാണാൻ പോയി. പക്ഷേ അവളെ കാണാൻ ആനന്ദ് എന്നെ അനുവദിച്ചില്ല. ആനന്ദിന് എന്തെങ്കിലും സംശയം? ഹേയ്, അതൊന്നുമല്ല. വിഷമിച്ചിരിക്കുന്ന അവന്റെ ഭാര്യയെ ഞാൻ കൂടുതൽ വിഷമിപ്പിക്കുമോ എന്ന ഭയം, അത്രേ ഉള്ളൂ. അടുത്ത വിഷയം ഒരപേക്ഷയാണ്. ഒരിക്കൽ നിന്നോട് ചോദിച്ച സഹായം വീണ്ടും ചോദിക്കാൻ വന്നതാ. അതെ പ്രിയങ്കേ, ശിവരാമകൃഷ്ണൻ മടങ്ങി വരുന്നു. ഒരിക്കൽ കൂടി അയാളുടെ തിരിച്ചുവരവ് ഒന്ന് മാറ്റിവെപ്പിച്ചൂടെ? എത്ര നാളത്തേക്ക് ആന്റി? എന്നായാലും പരസ്പരം കണ്ടുമുട്ടിയല്ലേ പറ്റൂ. എന്നാലും ഇത്ര പെട്ടെന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഒരു മുന്നൊരുക്കത്തിലുള്ള സമയം വേണമായിരുന്നു എനിക്ക്. എന്ന് വെച്ച് ഞാൻ ഭയന്നിട്ടൊന്നുമില്ല. ആന്റി, ആന്റി ഉദ്ദേശിക്കുന്ന പോലെ ഇതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. വരുന്നതേ തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണനാണ്. സാക്ഷാൽ അഖിലാണ്ടേശ്വരിയുടെ പ്രിയപ്പെട്ട കൃഷ്ണേട്ടൻ. അഖിലയുടെ പാദപതനങ്ങളുടെ താളം പോലും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നയാളാ ശിവരാമകൃഷ്ണൻ. ശിവരാമൻ അങ്കിളിന്റെ മുന്നിൽ എങ്ങനെ ഈ നാടകം കളിച്ച് ആന്റി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സൂക്ഷിക്കണോ ആന്റി? ഒരേ മുറിയിലാ നിങ്ങൾ ഒരുമിച്ച് താമസിക്കേണ്ടത്. എനിക്ക് മനസ്സിലാവും. നീ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ആന്റി, വിരാട പർവ്വത്തിൽ ആ അജ്ഞാത വാസകാലത്ത് വരെ വേഷം മാറി സഞ്ചരിച്ചിരുന്ന പഞ്ചപാണ്ഡവരെ പലരും തിരിച്ചറിഞ്ഞിരുന്നു എന്ന കാര്യം മറക്കരുത്. പുരാണത്തിൽ അത് മാത്രമല്ലല്ലോ പ്രിയങ്ക. അടുക്കളക്കാരന്റെ വേഷം കെട്ടിയ ഭീമസേനൻ ദ്രൗപദിയെ ശല്യം ചെയ്ത കീചകനെ ദത്തമണ്ഡപത്തിലിട്ട് കൊന്ന കാര്യവും മറക്കരുത്. ആന്റി, അത് കഥകളില, ഇതേ ജീവിതമാ. കഥയല്ലല്ലോ ജീവിതം. ആ തൃച്ചംബരത്തിന്റെ മുക്കും മൂലയും എന്തിന് ബെഡ്റൂമിലെ ഒരു ജാലക വിരി മാറിക്കിടന്നാൽ പോലും തിരിച്ചറിയാൻ കഴിയുന്ന ആളാ ശിവരാമകൃഷ്ണൻ. പരിചയിച്ചതൊന്നും ശിവരാമകൃഷ്ണന് ആവർത്തിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. കാരണം ഇത് പുതിയ വീടും അറ്റ്മോസ്ഫിയറും. അതുകൊണ്ട് തന്നെ അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ആന്റി, എന്താണെന്നും ഏതാണെന്നും ഒക്കെ വഴിയെ കണ്ടോ. എന്തായാലും ഈ രാജരാജേശ്വരി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയായി പകർന്നാട്ടം നടത്തുന്നത് ഒരു വംശത്തിന്റെ സംഹാര താണ്ഡവമാണെന്ന് പാവം ശിവരാമകൃഷ്ണൻ അറിയില്ലല്ലോ. ആന്റി, ശരി, ഞാൻ ഇറങ്ങട്ടെ.
അനിയൻകുട്ടാ, എന്താ ഇത്? എനിക്ക് വിശക്കുന്നു വല്യുഞ്ഞെ. അതിനെന്താ, കഞ്ഞി റെഡിയായിട്ടുണ്ട്. നീ പോയി ചേച്ചിയെ വിളിച്ചോണ്ട് വാ, ഞാൻ കഞ്ഞി എടുത്തു വയ്ക്കാം. ചെല്ല. ചേച്ചി, ചേച്ചി എഴുന്നേക്ക്. ചേച്ചി വാ, എന്തേലും കഴിക്കാം. ചേച്ചി എഴുന്നേക്ക്, എന്തേലും കഴിക്കാം. എനിക്കൊന്നും വേണ്ട. നിനക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് വിശക്കുന്നു ചേച്ചി. അയ്യോ, ചേച്ചി ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. വല്യുഞ്ഞ് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചി വാ. വേണ്ട, ചേച്ചിക്ക് വിശപ്പില്ല. നീ പോയി കഴിച്ചോ. ചെല്ല് ചെല്ല്. ചേച്ചി എവിടെ? ചേച്ചിക്കൊന്നും വേണ്ടാന്ന്. നീ വിളിച്ചില്ലേ ചേച്ചി? വിളിച്ചു, ചേച്ചിക്ക് വിശപ്പില്ലാന്ന്. നീ കുടിക്കാൻ. കല്യാണി, നീ കരഞ്ഞു കരഞ്ഞ് ആകെ തളർന്നു. വാ, കഞ്ഞി കുടിക്കാം. വേണ്ട വല്യുഞ്ഞെ, എനിക്ക് വിശപ്പില്ല. കല്യാണി, നിന്റെ മാനസികാവസ്ഥ മനസ്സിലാവാഞ്ഞിട്ടല്ല. നീ വാ, എന്തെങ്കിലും കഴിക്കാം. വേണ്ട, എനിക്കൊന്നും അങ്ങോട്ട് ഇറങ്ങില്ല. അത്രയ്ക്ക് പാപം ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ അച്ഛനോട്. ദാസേട്ടന്റെ നഷ്ടം നിന്നെ മാത്രമല്ല, എല്ലാരെയും ദുഃഖിപ്പിക്കുന്നു. എന്നുവെച്ച് ജീവൻ നിലനിർത്താനെങ്കിലും എന്തെങ്കിലും കഴിക്കണ്ടേ? എഴുന്നേറ്റ് വാ. വേണ്ടാഞ്ഞിട്ടാ വല്യുഞ്ഞെ, എനിക്കൊന്നും വേണ്ട. എങ്ങനെയെങ്കിലും ഈ ജീവിതം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി. എന്തിന്? നീ അതിനുവേണ്ടി എന്ത് തെറ്റാ ചെയ്തേ? കല്യാണി, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞത് നീ ഒരർത്ഥത്തിലും തെറ്റുകാരിയല്ലാന്ന്. പല പ്രാവശ്യം ഒഴിഞ്ഞു മാറിയ നിന്നെ പ്രണയിച്ച് സ്വന്തമാക്കിയത് ഞാനാ. അതുകൊണ്ട് തന്നെ ഞാനാ ഇതിനെല്ലാം ഉത്തരവാദിയെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് ദാസേട്ടൻ അറിയായിരുന്നു. അമ്മയോട് കാണിച്ച ഒരു വിശ്വാസവഞ്ചന എന്ന കാര്യം ഒഴിച്ച് ദാസേട്ടന് നമ്മുടെ വിവാഹ കാര്യത്തിൽ ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ദാസേട്ടന്റെ മനസ്സുകൊണ്ട് അക്കാര്യത്തിൽ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. അനിയൻകുട്ടാ, നീ കഞ്ഞി കുടിച്ചില്ലേ? വേണ്ട വല്യുഞ്ഞെ, ചേച്ചി കുടിക്കാതെ എനിക്ക് കഞ്ഞി വേണ്ട. കല്യാണി, ദേ കണ്ടില്ലേ, നീ കഴിക്കാത്തോണ്ട് അനിയൻകുട്ടനും കഞ്ഞി കുടിച്ചിട്ടില്ല. ദേ, ദാസേട്ടൻ അനിയൻകുട്ടനെ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. അത് അവനെ ഇങ്ങനെ പട്ടിണിക്കിടാനാണോ? ദേ, അനിയൻകുട്ടനെ പട്ടിണിക്കിട്ടാ ദാസേട്ടന്റെ ആത്മാവ് പോലും സഹിക്കില്ല.
വാ കല്യാണി. വേണ്ട, എനിക്ക് വിശപ്പില്ല. ചേച്ചി കഞ്ഞി കുടിക്കാത്തോണ്ട് വല്യ കുഞ്ഞും കഞ്ഞി കുടിച്ചിട്ടില്ല. വാ ചേച്ചി, എനിക്ക് വിശക്കുന്നു. കല്യാണി, നീ സ്വയം പട്ടിണി കിടക്കുകയല്ല, മറ്റുള്ളവരെ പട്ടിണി കിടത്തുക ചെയ്യുന്നത്. നിന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ പോലും. ആ പാവം എന്തു പഴിച്ചു? ഇനി അതിനെ വേണ്ടെന്നാണെങ്കിൽ ഇനി ഞാൻ നിർബന്ധിക്കില്ല. വാനിയൂട്ട, കഴിക്കേ. നന്ദന, ഞാൻ അരമണിക്കൂറിൽ എയർപോർട്ടിലെത്തും. 9:30 ലാൻഡിങ്, സമയമുണ്ടല്ലോ. പിന്നെ നീ ഇന്ന് ഓഫീസിൽ പോണ്ട. അച്ഛൻ വരുന്ന ദിവസമല്ലേ. പിന്നെ ആ സന്തോഷം പങ്കുവയ്ക്കാനും വൈകണ്ട. ശരി, ഓക്കെ ഓക്കെ. നമസ്കാരം ഗുരുജി. നമസ്കാരം. അഖില പുറത്തു വന്നു ഒന്നുകൂടി നോക്കുക. ശരി. ചെല്ലു. Jagadoom,